നിയമസഭാ തെരഞ്ഞെടുപ്പിന് 100 ദിവസത്തിൽ താഴെ മാത്രം ബാക്കി നിൽക്കെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ തുടർ ഭരണം ലക്ഷ്യം. വൻകിട പദ്ധതികൾ പ്രഖ്യാപിച്ചില്ലെങ്കിലും ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ ഊന്നൽ നൽകിയിട്ടുണ്ട്. ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥത്തിൽ ഈ ബജറ്റിന്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി. ഇത് കഴിഞ്ഞ 5 മാസമായി തുടർച്ചയായി 10 ലക്ഷം രൂപയിൽ കൂടുതൽ മാറാൻ വയ്യാത്തൊരു ഖജനാവ് വെച്ചുകൊണ്ടാണ് ഈ ഗീർവാണ പ്രസംഗം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നടത്തിയത് എന്നത് ഞങ്ങളെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നു. ഒരു നല്ല വാക്ക് പ്രയോഗിച്ചു ബജറ്റ് തുടങ്ങിയപ്പോൾ, ന്യൂ നോർമൽ എന്ന് പറഞ്ഞു. കറക്റ്റാണ്. ന്യൂ നോർമൽ എന്താണ്? ഇപ്പോഴത്തെ ന്യൂ നോർമലായി മാറിയിരിക്കുന്നത് എന്താണ്? തോന്നിയതുപോലെ ബജറ്റിൽ പ്രഖ്യാപിക്കുക, അത് നടപ്പാക്കാതിരിക്കുക. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായുണ്ട് തത്സമയം. അലക്സ്, ഇപ്പോൾ പറഞ്ഞതുപോലെ വലിയ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനം, ഒപ്പം സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ, വിവിധ മേഖലകൾക്ക് വേണ്ടി തുക വകയിരുത്തൽ, അതിൽ തന്നെ ഇപ്പോൾ സ്ത്രീകൾ, വയോജനങ്ങൾ, ഈ വയോജന ബജറ്റ് എന്ന് പറയുന്നത് തന്നെ ഇതാദ്യമായാണ്. കൂടാതെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് അങ്ങനെ എല്ലാ കാറ്റഗറിയിലും പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്ന വലിയ വിമർശനവും സ്വാഭാവികമായും ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ? അതിൽ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ എന്നൊക്കെയുള്ളത് സർക്കാർ ജീവനക്കാർക്ക് നല്ലതാണ്, പക്ഷേ അത് നേരത്തെ നടപ്പാക്കാതെ എന്തുകൊണ്ടിരുന്നു എന്ന ചോദ്യം, DA കുടിശ്ശിക, ഇതൊക്കെ ചോദ്യങ്ങളായി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ടല്ലോ. അനുജ, തീർച്ചയായും അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷം ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് ഡോക്യുമെന്റ് മാത്രമാണെന്ന വിമർശനം ഉന്നയിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലെ ജനങ്ങളെയും തൊടുന്നു എന്നുള്ളതാണ് ബജറ്റിന്റെ കാതലെന്ന് ധനമന്ത്രി വ്യക്തമാക്കുന്നു. ഇതിൽ അങ്കണവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. അങ്കണവാടി ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനം 500 രൂപയായി വർദ്ധിപ്പിച്ചു. ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപയായി ഉയർത്തി. പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനം 1000 രൂപയായി വർദ്ധിപ്പിച്ചു. സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന വേതനത്തിൽ 25 രൂപ വർധനവ് വരുത്തിയിട്ടുണ്ട്. സാക്ഷരതാ പ്രേരകന്മാരുടെ പ്രതിമാസ വേതനം 1000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഈ പൊതുജനാരോഗ്യ മേഖലയ്ക്കായി 2500 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കരാർ ദിവസവേതന ജീവനക്കാരുടെ പ്രതിദിന വേതനത്തിൽ 5% വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പത്രപ്രവർത്തക പെൻഷൻ പ്രതിമാസം 1500 രൂപ വർദ്ധിപ്പിച്ചു. ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസിൽ 1000 രൂപയുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ്, ക്ഷയരോഗബാധിതരുടെ പ്രതിമാസ പെൻഷൻ 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിൽ 5 വർഷ തത്വം പാലിക്കുക എന്നുള്ളത് ഇടതുപക്ഷ സർക്കാരുകളുടെ നയമാണെന്ന് ധനമന്ത്രി വ്യക്തമാക്കുന്നു. 12ാം ശമ്പള കമ്മീഷൻ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനവും നിർണായകമായ കാര്യം അതാണ്. 3 മാസത്തിനകം ഈ കമ്മീഷൻ റിപ്പോർട്ട് നൽകും. ആ 3 മാസത്തിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് വാങ്ങി സമയബന്ധിതമായി കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അവിടെ വലിയ വിമർശനം ഉയർന്നു വരുന്നുണ്ടല്ലോ അലക്സ്. 3 മാസം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. ഇതെന്തുകൊണ്ടാണ്? ഇത് 2024 നടപ്പാക്കേണ്ടതാണ്. ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് പ്രഖ്യാപിച്ചു? അതിന് മന്ത്രി കൃത്യമായ ഉത്തരം പറയുന്നുണ്ടോ? അനുജ, ഇതിൽ പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതായത് പ്രതിപക്ഷം പറയുന്നത് അടുത്ത സർക്കാർ UDFന്റെ ഭരണത്തിലുള്ള സർക്കാരാണെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നു. ഈ സാമ്പത്തിക ഭാരം മുഴുവൻ അടുത്ത സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുന്ന തരത്തിലാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത്. ഒരു നയവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു വീക്ഷണവുമില്ലാത്ത ബജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും വിമർശിച്ചിരിക്കുന്നത്. ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടത് അടുത്ത സർക്കാരാണ്. അത് UDFന്റെ കാലത്തെ സർക്കാരായിരിക്കും. എന്നാണെങ്കിൽ ശമ്പള കമ്മീഷനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ശമ്പള കമ്മീഷൻ നൽകുന്ന ശുപാർശകൾ അടുത്ത സർക്കാർ പരിഗണിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുപോലെ ഈ സർക്കാർ ജീവനക്കാരുടെ പെൻഷനും അവശേഷിക്കുന്ന DR ഗഡുക്കളും അങ്ങനെ തുടങ്ങി പൂർണ്ണമായി നൽകേണ്ടത് അടുത്ത സർക്കാരാണ്. അടുത്ത സർക്കാരിന് മേൽ വലിയ സാമ്പത്തിക ഭാരം വെച്ച് കടന്നു പോകുന്നതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് എന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നു. ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ആ തരത്തിൽ ഖജനാവ് കാലിയായിരുന്നിട്ട് കൂടി വലിയ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ ധനമന്ത്രി നൽകുന്ന വിശദീകരണം, ഇക്കാലം വരെ ഈ ക്ഷേമ പദ്ധതികൾ, പ്രത്യേകിച്ച് LDFന്റെ പ്രകടന പത്രികയിൽ 2500 രൂപയാക്കും ക്ഷേമ പെൻഷൻ എന്നുള്ളത് 2000 രൂപയാക്കി മാത്രം നിലനിർത്താൻ
പരിമിതപ്പെട്ടു പോയത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ്. ആ തരത്തിൽ സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കിയത് കൊണ്ടാണ് സംസ്ഥാനത്ത് ആ തരത്തിലുള്ള പിടിച്ചുവെക്കലുകൾ നടന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും സംസ്ഥാന സർക്കാർ തനത് വരുമാനം ഉയർത്തിയും മറ്റുമൊക്കെ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഒരു വിധത്തിലും അത് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിലും ബാധിച്ചില്ല. ആ തരത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് മുന്നോട്ട് പോയതെന്നാണ് വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയത്. എന്താണെങ്കിലും ഈ എല്ലാ വിഭാഗങ്ങളെയും തുടർന്ന് ബജറ്റ് എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയും ഇതിൽ അലക്സ് ഒരു കാര്യം, ഇപ്പോ ഈ ക്ഷേമ പെൻഷൻ തുക അത് 2500 എന്നത് ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ ചോദ്യത്തിന് ഇന്നലെ ശ്രീജിത്തിനോട് കൃത്യമായൊരു മറുപടി മന്ത്രി നൽകിയില്ല. എങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്, അതായിരുന്നു വാഗ്ദാനം. പക്ഷെ 2000 എന്നതിൽ ഒതുക്കുകയാണ്. എന്നാൽ അതിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്ന തരത്തിലേക്ക് പ്രഖ്യാപനമുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അനുജ, ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് അതായത് നിലവിൽ 1600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ്. മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ തെരഞ്ഞെടുപ്പിന് മുന്നേ പ്രഖ്യാപിക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക് എന്നോടുമാണ് അത്തരത്തിൽ ക്ഷേമ പെൻഷനുകളുടെ വർധന പ്രഖ്യാപിച്ചത്. 400 രൂപയുടെ വർധനമാണ് അന്ന് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത്. പക്ഷെ അത് കാര്യമായി ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന പ്രശ്നമാണ് LDF-നകത്ത് തന്നെ ഉള്ളത്. ജനങ്ങളിലേക്ക് എത്തിക്കാനായില്ല. മറ്റു പല ചർച്ചകളും പ്രത്യേകിച്ച് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷനിലെ വർധനവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ആ ക്ഷേമ പെൻഷൻ ഈ 2000 എന്നുള്ളത് അതിൽ നിന്ന് 1 രൂപ പോലും കൂട്ടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മേഖലയിലേക്ക് സർക്കാർ കടന്നതേയില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് ആശാ വർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, അങ്കണവാടി ഹെൽപ്പർമാർ, ഒപ്പം സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ തുടങ്ങി അത്തരത്തിൽ അടിസ്ഥാന വിഭാഗങ്ങളുടെ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വർധനവ് 1000 500 ഒക്കെ അത്തരത്തിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. അനുജ, ഒരു കാര്യം കൂടി ഇതിൽ അലക്സ്, കർഷകരെ സംബന്ധിച്ച് അവർ ഇതിനോടകം തന്നെ നിരാശ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. നെൽകർഷകരാകട്ടെ റബ്ബർ കർഷകരാകട്ടെ അവർ പ്രതീക്ഷിച്ച രീതിയിലേക്ക് പോകുന്നില്ല എന്ന് പറയുകയാണ്. താങ്ങുവില അത് വർദ്ധിപ്പിച്ചിട്ടില്ല. പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ടായിരുന്നു റബ്ബർ കർഷകരുടെ കാര്യത്തിൽ, അത് നടന്നിട്ടില്ല. ഒപ്പം തന്നെ നെൽകർഷകർക്കും നിരാശയാണ്. നമുക്ക് ആ പ്രതികരണമൊക്കെ ലഭിക്കുന്നുമുണ്ട്. അതെന്തുകൊണ്ടാകാം ആ വിഭാഗത്തെ അഡ്രസ്സ് ചെയ്യാതെ പോയത്? മന്ത്രി അതിൽ എന്തെങ്കിലും മറുപടി പറയുന്നുണ്ടോ? നിലവിൽ താങ്ങുവില ഉയർത്തിയിട്ടുണ്ടെന്നാണ് ഈ ബജറ്റിലെ പ്രഖ്യാപനം. ഒപ്പം നെല്ലിന് താങ്ങുവില നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കർഷകർ, നെൽകർഷകരാകട്ടെ റബ്ബർ കർഷകരാകട്ടെ, അവർ കാലാകാലങ്ങളായി ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വർധന ഉണ്ടായി. അതായത് ശരി, അത്തരത്തിലേക്ക് നിരാശ കർഷകർ പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പോലും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഒപ്പം തന്നെ ക്ഷേമ പദ്ധതികൾക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ മേഖലകളെയും ഒരു ഏറെക്കുറെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്ക് എല്ലാ ആളുകളെയും, അത് വിദ്യാർത്ഥികളാകട്ടെ, അത് സൗജന്യ വിദ്യാഭ്യാസം ഡിഗ്രി വരെ എന്നതുൾപ്പെടെ, കൂടാതെ വയോജനങ്ങൾക്ക് ആദ്യമായ ഒരു വയോജന ബജറ്റ് എന്നൊക്കെയുള്ളത് അത് ഇത്തവണയാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകൾക്കുള്ള പദ്ധതികൾ, അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലൊരു ബജറ്റാണ്. അതിനാണ് വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അത് അടുത്ത സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുന്ന തരത്തിലാണ്, ഒരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത ബജറ്റ് എന്നൊക്കെയുള്ള വിമർശനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.